എന്നിട്ടോ നമ്മൾ കാഫിറാക്കി എന്ന് പറയുന്ന ആളുകൾ, ആ കാഫിറാക്കി എന്ന് പറയുന്ന ആളുകൾ സ്വന്തം ഉസ്താദിനെ കാഫിറാക്കിയ സംഭവം നിങ്ങൾക്കറിയാമോ? സ്വന്തം ഉസ്താദ്, അതായത് ഇവിടെ AP വിഭാഗം സമസ്തയുടെ പ്രസിഡന്റ് നേതാവുണ്ടല്ലോ, ഉള്ള ആള് തങ്ങള്, ആ ഉള്ള ആള് തങ്ങള് CM പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഉസ്താദായ EK അബൂബക്കർ മുസ്ലിയാരെ കാഫിറാക്കുന്നു. പച്ച കാഫിറിന്റെ അർത്ഥം വരുന്ന പദം പ്രയോഗിക്കുന്നു. അതിനെക്കുറിച്ച് ചെറുശ്ശേരിയുടെ പ്രതികരണം, ഇപ്പോഴത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരിയുടെ പ്രതികരണം നിങ്ങളൊന്ന് കാണാം. ആദ്യം കൊടുക്കാൻ വേണ്ടി ഓലെല്ലാവരും വലിയൊരു യോഗം കൂടി മംഗലാപുരത്തെ ഭാഗത്ത്. അയാളെ ശിഷ്യന്മാർക്കൊക്കെ വീരം കൊടുത്ത് എല്ലാവരും പൈസ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ തങ്ങൾക്കൊരു കീ കൊടുക്കണം. എന്നിട്ട് മൂപ്പർക്കൊരു പേരിടുന്നുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ പാടെ കുട്ടികളോടൊക്കെ വലിയ പൈസ ഒക്കെ പിരിപ്പിച്ച് കീയൊക്കെ കൊണ്ടരിപ്പിച്ച് ആ സഭയിൽ വെച്ചിട്ട് താജുൽ ഉലമ എന്നൊരു പേരാണ്. മുമ്പ് കഴിഞ്ഞ മഹാന്മാർക്കൊന്നും അങ്ങനെ യോഗം കൂടിയാണ് അങ്ങനെ ഇല്ല, അങ്ങനെ ആയി വരണുള്ളത്. ഇത് കിട്ടിയാടെ തന്നെ ഇയാൾ പറഞ്ഞു ശംസുൽ ഉലമ കാഫിറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനുണ്ട് ഇയാൾക്ക് ഈ സ്ഥാനം കിട്ടിയ അപ്പം തന്നെ ശംസുൽ ഉലമ കാഫിറാണ് എന്നുള്ള CM പറഞ്ഞാണ്. കുരുത്തക്കേട് നല്ലാണ് എന്താ കുരുത്തക്കേടിന്റെ കഥയാണ് പറയുന്നത്. കുരുത്തക്കേടിന്റെ കഥ ഒരുപാട് പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭത്തിൽ പറയാം. അപ്പൊ കേട്ടില്ലേ, ശംസുൽ ഉലമ കാഫിറാണെന്ന് CM പറഞ്ഞു പോലും. എപ്പോഴാ പറഞ്ഞത്? അതെപ്പോഴാണെന്ന് റിവായത്ത് ചെയ്യുന്നില്ല. ഉള്ളാളം തങ്ങളാണ് അത് പറയുന്നത്. ഉള്ളാളം തങ്ങളോട് ആര് പറഞ്ഞിട്ടുണ്ട്? CM പറഞ്ഞിട്ടുണ്ട് ശംസുൽ ഉലമ കാഫിറാണെന്ന്. അത് പ്രഖ്യാപിക്കണം എപ്പോഴാ? താജുൽ ഉലമ ഡിഗ്രി കിട്ടിയപ്പോഴാ. താജുൽ ഉലമ ഡിഗ്രി പ്രഖ്യാപിച്ചപ്പോഴാണ് ഉള്ള ആള് തങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇത് പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിച്ചതിന് ശേഷം അതിനെ കുത്തി ഇരുന്നു കൊണ്ട് ന്യായീകരിക്കുന്ന അയാളുടെ ആ സംസാരം നിങ്ങളൊന്ന് കണ്ടുവെക്കും. എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി, ഉള്ള അവസ്ഥയ്ക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈച്ചനെ കാപ്പറാക്കി ഉസ്താദിനെ കാപ്പറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല, കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലേ? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്തേ നമുക്ക് ചെയ്യാൻ കഴിയോ? ഒന്നും കുഞ്ഞില്ല. നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ എന്നൊക്കെ കത്തെഴുതി നോക്കി ഓരൊക്കെ അവിടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈച്ച ഞാൻ കാഫിറാക്കിയോ? ഞാൻ പറഞ്ഞതെന്നാ ഈ മടവൂരുണ്ട് അവർ പറഞ്ഞതാ. ഞാൻ അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോൾ അങ്ങനെ ആളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയണം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് ബാധി തോന്നിച്ചെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചെല്ലി സലാം വിളിക്കും. സലാം വിളിക്കേണ്ട ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നോക്കണം. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചല്ലാരും. പ്രസിഡന്റോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ ഇവിടെ പോയി. സ്വന്തം ഉസ്താദിനെ കാഫിറാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അതിനെ കുത്തിയിരുന്ന് ന്യായീകരിക്കാൻ ചെയ്യുന്നത്. ആ ന്യായീകരിക്കുന്ന ഈ ശൈഖിനോട് ചോദിച്ചോ എന്തിനാണ് നിങ്ങൾ സ്വന്തം ഉസ്താദിനെ കാഫിറാക്കിയെന്ന്? അത് ചോദിക്കാതെ ഇതേപോലെ ഈ പാവങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് എങ്ങനെ അലവിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കാൻ ധൈര്യമുണ്ടായി? കാഫിറാണെന്ന് പ്രഖ്യാപിച്ചു.
സ്വന്തം ഉസ്താദിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ആര് പറഞ്ഞ്? അത് CM പറഞ്ഞു. CM പറഞ്ഞു EK കാഫറാണെന്ന് CM പറഞ്ഞു എന്ന്. ആ CM ആരാണ് എന്ന് EKയുടെ ആ പ്രസ്ഥാനത്തിൽപ്പെട്ട ആ പ്രാസംഗികൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടിട്ടില്ല. ലോകത്ത് ഇങ്ങനെ എണ്ണാവുന്ന ആളുകൾ, ഇങ്ങനെ കയ്യിൻ്റെ ഉള്ളിൽ എണ്ണാവുന്ന അസ്റാറിന്റെ മശായിഖന്മാരിൽ ഒരാൾ CM ആണ്. ആ CM ഓരോ ഷെയ്ഖും ഉസ്താദും ശംസുൽ ഉലമയാണ്. അപ്പോൾ ശംസുൽ ഉലമ ആരായിരിക്കും? 20-ാം നൂറ്റാണ്ട് കണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളെ വലിയതാക്കി പറയുകയല്ല. ഇതാരെങ്കിലും നടക്കുന്ന വണ്ടിയുടെ കാറിന്റെ ടയറിന്റെ വലിപ്പത്തരം റഹ്മത്തുള്ള പറയുകയല്ല. ആരെങ്കിലും കെട്ടിയിട്ടുള്ള വാച്ചിന്റെ ഘടികാരം മിന്നുന്നുണ്ട് കഥ പറയുകയല്ല. ആരെങ്കിലും പുറത്തും മുതുകിലും നെഞ്ചത്തും കൈകളിലും ഈ 2 മൊബൈൽ ഫോണുണ്ട് എന്ന് പറയുകയല്ല. ഇത് മരിച്ച മഹാന്മാരുടെ കഥ പറയുകയാ. അള്ളാഹുവിന്റെ ദീനിൽ മഹാന്മാർ ചെയ്ത തർബിയത്തിന്റെ കഥ പറയുകയാ. 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട മഹാന്മാർ, ആ മഹാന്മാരിൽ ഒരാളാണ് CM വലിയുല്ലാഹി റഹിമഹുല്ലാഹ്. ആ മഹാനാണ് ഇവരുടെ ഉസ്താദിനെ കാഫറാക്കിയതെന്ന് ഉള്ളാളെന്ന് നിങ്ങൾ പറയണത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ കൂട്ടരെ, മാനസിക വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യനാണ് ഈ CM എന്ന് പറഞ്ഞ സാധനം. സമനില കറക്റ്റില്ല. CMന്റെ ചരിത്രം ഇവിടെ നമ്മൾ ബുക്ക് സ്റ്റാളുകളിലൊക്കെ പോയാൽ കിട്ടും. കറാമത്തിന്റെ ചരിത്രം, തുണിയില്ലാതെ നഗ്നനായിക്കൊണ്ട് നടന്ന ചരിത്രവും, അതേപോലെ തന്നെ എന്തൊക്കെയോ പുലഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന ചരിത്രങ്ങളൊക്കെ CMനെ കുറിച്ച് ഒരുപാട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഈ സാധനത്തിന് സമനില അത്ര കറക്റ്റല്ല എന്ന് മനസ്സിലാക്കി. ഇവരുടെ ഔലിയാക്കന്മാരുടെ കഥകളെടുത്ത് വെച്ച് അങ്ങനെ ഒരുപാട് കാണാൻ കഴിയും. ഇവരുടെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തില് തെക്കൻ കേരളത്തിലുള്ള ഒരു ഔലിയാണ് ആലുവ അബൂബക്കർ മുസ്ലിയാർ. ഈ നാട്ടുകാർക്കൊക്കെ പരിചയം ഉണ്ടാകാം. ഈ ആലുവ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പട്ടണക്കാവ് ഏരിയയിലൊക്കെ എപ്പോഴും വരുമായിരുന്നു വരും. അവിടെ ആരൊക്കെ സ്നേഹിതന്മാരുണ്ടായിരുന്നു. തെക്കൻ കേരളത്തിലെ പെരുമ്പാവൂരിന്റെയും ആലുവയുടെയും ഇടയിൽ മുടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മറവ് ചെയ്ത് കിടക്കുന്ന ആളാണ് ഈ ആലുവ അബൂബക്കർ മുസ്ലിയാർ. അവിടെ അറിയപ്പെടുന്നത് ഔലിയാപ്പാപ്പ എന്നാണ്. അങ്ങനെ പട്ടണക്കാവിൽ ഒരു ദിവസം മൂപ്പര് ആലുവക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നപ്പോ ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ മൂപ്പര് ട്രെയിനിന് കൈ കാണിച്ചു. നമ്മുടെ നാട്ടിൽ ഓടി വരുന്ന ട്രെയിനിന് കൈ കാണിക്കുന്നത് ആരാണ്? സമനില കറക്റ്റ് മനസ്സിലുള്ള ആരെങ്കിലും ഓടി വരുന്ന ട്രെയിനിന് കൈ കാണിക്കും. ഇങ്ങനെ ട്രെയിനിന് കൈ കാണിച്ചു. ട്രെയിൻ നിർത്തിയില്ല പോലും. കുറച്ച് നീങ്ങി ട്രെയിൻ നിന്നു. അങ്ങനെ നിന്നപ്പോൾ ഗാർഡും അതിന്റെ ഡ്രൈവറൊക്കെ ആലോചിച്ചു എന്ത് സംഭവിച്ചു എന്നറിയില്ല. അങ്ങനെ അവര് പറഞ്ഞു പോലെ ഒരു വയസ്സായ അവിടെ നിന്ന് കൈ കാണിക്കണ കണ്ടു. അങ്ങനെ തിരിച്ചു വന്ന് ഇയാളെ കയറ്റിക്കൊണ്ടുപോയി. അങ്ങനെയാണ് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം ഇറങ്ങിയ അല്ലിർപ്പാട് മാസികയിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇച്ചമസ്താനെ കുറിച്ച് പറയണം. ആ ഇച്ചമസ്താൻ എന്തോ മസ്തളകിയിട്ട് പാടി പോലും ചേലാമലജില്ലാമലിപ്പ് മീ മുറച്ചെന്നൊക്കെ പറഞ്ഞ് പാടി പോലും. അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് അത് പാടിയതിന്റെ പേരിലാണ് ഇന്ന് ചേലാമലയിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസത്തെ അല്ലിർപ്പാട് എന്റെ കൈവശമുണ്ട്. അതിൽ പാടി. ഇങ്ങനെ ഇവരുടെ ഔലിയാക്കന്മാരുടെ കഥകളൊക്കെ എങ്ങനെയാണ്? പിന്നെ നമ്മളെ പോലത്തെ ആൾക്കാര് മാനസരോഗി അതേപോലെ മനോനില വ്യക്തിയാണെന്നും പറയരുത്. ജജ്ബിന്റെ ഹാലളകിയ ആളെന്ന് പറയണം. പിരാന്തൻ എന്ന് വിളിക്കരുത്. മത്താൻ വിളിച്ച കുഴപ്പമില്ല, പിരാന്തൻ എന്ന് വിളിച്ചത്. ഇതൊക്കെയാണ് ഇവരുടെ ഔലിയാക്കന്മാരുടെ കഥ. എന്നാ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വന്തം ഉസ്താദിനെ കുറിച്ച് കാഫിറായി പ്രഖ്യാപിച്ചു. ഇപ്പൊ അങ്ങനെ പറഞ്ഞു തന്നെ കുട്ടിക്കോ. മനോനില തെറ്റിയിട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് മൈക്ക് കെട്ടി പറയാൻ ഇയാൾക്ക് ലജ്ജയില്ലേ? അപ്പോ സ്വന്തം നേതാക്കന്മാര് മറ്റുള്ളവരെ കാഫിറാക്കിയതിന്റെ വ്യക്തമായ മറുപടി സമൂഹത്തിന് കൊടുക്ക്. എന്നിട്ട് ആ ആരോപണം മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു നടക്ക്. അലവി മുസ്ലിയാരെ